രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ കത്തുന്ന വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വികസന പദ്ധതികൾ മുതൽ ക്രിമിനൽ കേസുകൾ വരെ നീളുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പും വീഴ്ചകളും തുറന്നുകാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മെട്രോമാൻ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ചർച്ചകളിൽ സർക്കാരിന് കൃത്യമായ നിലപാടില്ലെന്നും ശ്രീധരനെ പിടിക്കുന്നില്ലെന്നുമുള്ള പരിഹാസമാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചത്. ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ അംഗീകരിച്ചിരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് സതീശൻ ചോദിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ UDFന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് നല്ല പദ്ധതിയാണെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകും. എന്നാൽ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതോ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതോ ആയ ഒരു പദ്ധതിയെയും കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സിവിൽ ലൈൻ വിരുദ്ധ സമരകാലത്ത് പ്രതിപക്ഷം ഉയർത്തിയ ആശങ്കകൾ ജനപക്ഷത്തു നിന്നുള്ളതായിരുന്നുവെന്നും വികസനം ജനങ്ങളെ കുടിയിറക്കിക്കൊണ്ട് പോകരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ പരാജയപ്പെട്ട പദ്ധതികളെയും കരാറുകളെയും കുറിച്ചുള്ള വി ഡി സതീശന്റെ പരാമർശങ്ങൾ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. സ്പ്രിംഗ്ലർ കേസിൽ താൻ കക്ഷിയല്ലെന്നും എന്നാൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം കാരണമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിവിധ കമ്പനികൾക്ക് ചോർത്തി നൽകാനുള്ള നീക്കത്തെ തുറന്നു കാണിച്ചത് കൊണ്ടാണ് സർക്കാരിന് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ K-Fund പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കോടികൾ നഷ്ടമുണ്ടാക്കിയ ഒരു വെളുത്ത ആനയായി K-Fund മാറിയിരിക്കുകയാണ്. ആർക്കും പ്രയോജനമില്ലാത്ത ഈ പദ്ധതിക്കായി പൊതുപണം ദൂർത്തടിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന വികസനം യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് K-Fund എന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിലെ അതൃപ്തിയും പ്രതിപക്ഷ നേതാവ് പരസ്യമാക്കി. കേസിലെ പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ സാഹചര്യമൊരുക്കുന്ന രീതിയിൽ പ്രത്യേക അന്വേഷണ സംഘം മൃദു സമീപനം സ്വീകരിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്തരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ബാധിക്കുന്ന ഇത്തരം കേസുകളിൽ നീതിയുക്തമായ അന്വേഷണം നടക്കണമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള തർക്കങ്ങളിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ശിവൻകുട്ടിയുമായി സംവാദത്തിനില്ലെന്നും നിയമത്ത് മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും സതീശൻ പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവനകൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയല്ലെന്നും മറിച്ച് AKG സെന്ററിലായിരുന്ന ചിലരുടെ വളഞ്ഞ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്കൊന്നും താൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാഷ്ട്രീയമായ വിയോജിപ്പുകൾ അക്കമിട്ട് നിർത്തുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് വി ഡി സതീശൻ നടത്തിയ പരാമർശങ്ങൾ ബിസിനസ് ലോകത്തും രാഷ്ട്രീയ മേഖലയിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. CJ റോയിയുടെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ആദായ നികുതി വകുപ്പിന്റെ ഒരു റെയ്ഡ് കൊണ്ട് ചോദ്യം ചെയ്യൽ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അത്രയും ബലഹീനമായ മനസ്സിന് ഉടമയല്ല റോയി എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ പുറം ലോകം അറിയാത്ത മറ്റ് സമ്മർദ്ദങ്ങളോ ഇടപെടലുകളോ ഉണ്ടോ എന്ന് കണ്ടറിയണം. കേവലം ഒരു ആത്മഹത്യയായി ഇതിനെ എഴുതിത്തള്ളാതെ ഒരു പ്രത്യേക ഏജൻസിയെ കൊണ്ട് ഈ മരണം അന്വേഷിപ്പിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള മികച്ച ഒരു സംരംഭകന്റെ ദാരുണമായ അന്ത്യത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സർക്കാരിന്റെ ഓരോ ചുവടുവയ്പ്പിനെയും പ്രതിപക്ഷം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്താൽ ജനങ്ങളെ വിസ്മരിക്കുന്ന സർക്കാരിനെ തിരുത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. വിദ്യാഭ്യാസ മേഖലയിലായാലും വികസന രംഗത്തായാലും സർക്കാരിന് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയും തൊഴിലില്ലായ്മയും യുവാക്കളെ കേരളത്തിൽ നിന്ന് അകറ്റുന്നു. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഭരണപക്ഷം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള പോരാട്ടം UDF തുടരുമെന്നും വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.